ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ വാത്സല്യ സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നിങ്ങൾക്കേവർക്കും കൃപയേറിയ ഒരു വാങ്ങിപ്പു പെരുന്നാൾ ആദ്യമേ തന്നെ ആശംസിക്കുന്നു. അമ്മ, ഇത്ര മനോഹരമായ ഒരു പദം വേറെ ഉണ്ടാകില്ല. നാമൊക്കെ നമ്മുടെ അമ്മമാരെ ഒരുപാട് സ്നേഹിക്കുന്നവരാണല്ലോ. എന്നാൽ സ്വർഗം സ്നേഹത്തോടെ നൽകിയ ഒരു അമ്മയുണ്ട് നമുക്ക്. ഈശോയുടെ അമ്മ, പരിശുദ്ധ ദൈവമാതാവ്. ദൈവ തിരുമുൻപിൽ എളിമയോടെ നിന്നപ്പോൾ സ്വർഗത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ ദൈവം ഈ അമ്മയെ ഒരു ഉപകരണമാക്കി. എളിമയോടെ നിൽക്കുന്നവരെ ദൈവം തക്ക സമയത്ത് ഉയർത്തും എന്നതിന്റെ അടയാളം. രക്ഷാകര ചരിത്രത്തിൽ ഈശോയുടെ അമ്മയായ മാതാവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നുണ്ട്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു അമ്മ. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന് കേട്ടപ്പോഴും, സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് കേട്ടപ്പോഴും ഒന്നും തിരിച്ചു പറയാതെ അവയെല്ലാം ഹൃദയത്തോട് ചേർത്ത ഒരു അമ്മ. അവളുടെ സംസാരമൊക്കെയും എപ്പോഴും ദൈവത്തോടായിരുന്നു. സംഘർഷം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലൂടെ നമ്മോടും പറയുന്നത്, നമ്മുടെ സംസാരമൊക്കെയും ലോകത്തോടാകാതെ ദൈവത്തോടാകട്ടെ എന്നാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ ഈശോയുടെ കൂടെ സഞ്ചരിച്ചവൾ ആ അമ്മയാണ് ഇന്ന് ഈശോ നമ്മുടെ അമ്മയായി നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് തുല്യം ഈ അമ്മ മാത്രം. അവളുടെ സഹനങ്ങൾക്ക് മുൻപിലും അവൾക്കൊരു പരാതിയും ഇല്ലായിരുന്നു. കാരണം അവയ്ക്കെല്ലാം മുൻപേ ദൈവനിയോഗം അവൾ അറിഞ്ഞിരുന്നു. പാപമൊന്നും കൂടാതെ തന്റെ പുത്രൻ മരണത്തിനായി വിധിക്കപ്പെട്ടതു മുതൽ കാൽവരിയിലെ കുരിശിൽ അവൻ യാഗമായി തീരുന്നതുവരെ അവനെ ഒരു നിമിഷവും പിരിഞ്ഞിരിക്കാതെ കൂടെ നിന്നവളായിരുന്നു പരിശുദ്ധ അമ്മ. അത്രമേൽ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു അമ്മയെയാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തിനെന്നോ, നമ്മുടെ വേദനകളിൽ കൂടെ ഇരിക്കാൻ, നെഞ്ചുപൊട്ടി നാം കരയുമ്പോൾ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും കൂടെ ഇരിക്കാൻ, ഇതിനെല്ലാം ഉപരിയായി ഈശോയിലേക്ക് നമ്മളെ സ്നേഹത്തോടെ നയിക്കാൻ എപ്പോഴും കൂടെ ഇരിക്കുന്ന ഒരു അമ്മ, പരിശുദ്ധ അമ്മ. നമ്മുടെ പരിമിതികളിലും മെച്ചപ്പാടുകളിലും മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരായിരിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ സൗകര്യങ്ങളുടെ നിറവിലും ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്തതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നമ്മുടെ മുൻപിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ പരിമിതികളിലും മെച്ചപ്പാടുകളിലും അവരെ കരുതുവാനും താങ്ങുവാനും കഴിയുന്നതായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. പരിശുദ്ധ അമ്മ എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹവും കരുതലും നിറച്ചവൾ. സുവിശേഷത്തിലുടനീളം സുഹൃത്തിന്റെ വേദനകളെ തന്റെ വേദനയായി കണ്ട് അവനെ നിശബ്ദം അനുധാവനം ചെയ്യുന്ന ഒരു അമ്മ. അവനെ തനിച്ചാക്കാൻ സമ്മതിക്കാതെ അവസാനം വരെ കൂടെ നിന്നവൾ. ഒടുവിൽ പേടിച്ചു വിറച്ച് നിൽക്കുന്ന ശിഷ്യർക്ക് ധൈര്യം നൽകി ചേർത്ത് നിർത്തിയവൾ. തന്റെ സഹനങ്ങളെ പുത്രന്റെ സഹനങ്ങളോട് ചേർത്ത് സ്വർഗം സ്വപ്നം കാണാൻ നമ്മെ പഠിപ്പിച്ചവൾ അമ്മ, പരിശുദ്ധ അമ്മ. സങ്കടപ്പെടാനും തകരാനും ഒരുപാട് കാരണങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ ചിതറിപ്പോകാതെ, തളർന്നു പോകാതെ, വിട്ടുപോകാതെ നിൽക്കുന്നതാകട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം. കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ ഉറച്ചു നിൽക്കാൻ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. ആ കുരിശിൻ ചുവട്ടിൽ അമ്മയോടൊപ്പം മുറുകെ പിടിക്കാൻ നമുക്കും കഴിയട്ടെ സഹോദരങ്ങളെ. കാത്തിരിപ്പിന്റെ ദിവസങ്ങളെ പിറുപിറുക്കലിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും ദിവസങ്ങളാക്കാതെ സ്ലീഹന്മാരെ ചേർത്ത് നിർത്തി പ്രാർത്ഥനയുടെ ദിവസങ്ങളാക്കിയ പരിശുദ്ധ അമ്മ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും ഇടവകളിലും സമൂഹത്തിലും പ്രശ്നങ്ങളുടെ നടുവിൽ വിശ്വാസം വിട്ടുപോകാതെ അമ്മയോടൊപ്പം പ്രാർത്ഥനയിൽ കൂടിച്ചേരാൻ നമുക്ക് കഴിയണം. അതാണ് ക്രിസ്തീയ ജീവിതം. ആ എളിമയുടെ, കരുതലിന്റെ, സഹനത്തിന്റെ, പ്രാർത്ഥനയുടെ, വിശ്വാസത്തിന്റെ കനലുകളെ അണയാതെ അമ്മയോട് ചേർന്ന് അതിനെ ഊതിക്കത്തിക്കുവാൻ കഴിയുന്നതാകട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം. അമ്മേ മാതാവേ, അമ്മയെപ്പോലെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ എളിമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.